നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 2 പ്രാവശ്യം സാർ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. എന്തോ എന്റെ വിധിയാവാം. താലി കെട്ടി നമ്മൾ ഒരു മുറിയിൽ കഴിയുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ അതിനപ്പുറം നമുക്കിടയിൽ ഒരു വലിയ അകൽച്ചയുണ്ട് സാർ. അകൽച്ചയെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള അകൽച്ചയല്ല. ഭാര്യയും ഭർത്താവും രണ്ടിടത്ത് കിടക്കുന്നു. എന്തായാലും ആ സങ്കടങ്ങളൊക്കെ മാറിപ്പോവാ. നാളെ കഴിഞ്ഞാ പിന്നെ എന്റെ സ്ഥാനം ദേ ഈ കട്ടില്ല. ഇനി ആരെയും പേടിക്കാതെ സാറിനോട് ചേർന്ന് നടക്കാം. സാറിനോട് തമാശ പറയാം, ചിരിക്കാം. നാളെ സൂര്യൻ ഉദിക്കാൻ എന്നെ പോലെ ആരും കാത്തിരിക്കുന്നുണ്ടാവില്ല. മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും തുറന്നു പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല, എന്റെ ഹൃദയം അങ്ങ് നിറഞ്ഞൊഴുക. വാക്കുകളൊക്കെ ഞാൻ അറിയാതെ തന്നെ പുറത്തേക്ക് വരിക. ഞാൻ പറഞ്ഞ ഈ വാക്കുകള് എനിക്കും കൂടി വേണ്ടിയാ സാർ. ഞാനും മനസ്സ് കൊണ്ടു നടന്ന ആഗ്രഹങ്ങളാ. നാളെ നേരം വെളുക്കാൻ വേണ്ടി ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുക. ഒരു മിനിറ്റ്. ഹലോ GM. മാഡം, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. മാഡത്തിന്റെ തീരുമാനം അറിയണം. എന്താ? മാഡം, കോഴിക്കോട്ടേക്ക് നമ്മുടെ ഒരു ലോഡ് പോരുന്നു. കോഴിക്കോട് ഡീലർ നമ്മുടെ ലോഡിനായി കാത്തു നിൽക്കുക. വയനാട് ഡീലർക്കും പ്രോഡക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മാഡം, കോഴിക്കോടാണ് ഫാസ്റ്റ് മൂവിങ്. വയനാട് 2 ദിവസം വൈകിയാലും സാരമില്ല. അപ്പൊ ലോഡ് കോഴിക്കോട് ഡീലർക്ക് സപ്ലൈ ചെയ്യാലോ. മാഡത്തിന്റെ ഡിസിഷൻ അറിയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛൻ അല്ല, ചെയർമാൻ എന്ത് പറഞ്ഞു? സാറെന്തോ തിരക്കില്ല. മാഡത്തിനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാൻ പറഞ്ഞു. ഓ, ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലറാണോ കോഴിക്കോട് ഡീലറാണോ? അത് വയനാട് ഡീലറാ. പക്ഷെ വയനാട് സെയിലാവുന്നതിന്റെ 3 ഇരട്ടിയാ കോഴിക്കോട് സെയിലാവുന്നത്. കോഴിക്കോട് ഡീലർ പേയ്മെന്റ് അഡ്വാൻസാ. വയനാട് ഡീലർ പല സമയത്തും ഡിലേ വരുത്തുന്നുണ്ട്. ആദ്യം ആവശ്യപ്പെട്ടത് വയനാട് ഡീലർ അല്ലേ? അതെ മാഡം. അപ്പോ ലോഡ് വയനാട് ഡീലർക്ക് നൽകണം, മാറ്റമില്ല. പിന്നെ വയനാട്ടിലെ സെയില് കുറവാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാന്ന് പഠിക്കണം. സെയില് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് റിപ്പോർട്ടും തരണം. അതുപോലെ തന്നെ പേയ്മെന്റിന് ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അതിനും കൃത്യമായൊരു വിശദീകരണം ആവശ്യപ്പെടണം. നിലവിലെ ഡീലർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പുതിയ ആളെ വെക്കാലോ. ശരി മാഡം. പക്ഷേ നമ്മുടെ ഭാഗത്ത് കാര്യങ്ങൾ എപ്പോഴും 100% സത്യസന്ധമായിരിക്കണം. ആദ്യം ആവശ്യപ്പെടുന്ന ആരാണോ അവർക്കായിരിക്കണം മുൻഗണന. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട. അതിൽ നിന്നുള്ള താൽക്കാലിക നേട്ടങ്ങളും വേണ്ട. അങ്ങനെ ഉണ്ടാക്കുന്ന ചെറിയ ലാഭം മറ്റേതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും വലിയ നഷ്ടം ഉണ്ടാവും. ഓക്കെ മാഡം, താങ്ക് യു. ശരി. ശ്യാമേ, ഗുഡ് ഡിസിഷൻ. നീ ഇല്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ എന്റെ സഹായമില്ലാതെ നീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു കാര്യവും നടന്നുകൊള്ളണമെന്നില്ല. അതൊക്കെ അങ്കിളുടെ തോന്നല. നമ്മുടെ ദേഷ്യം എന്തായാലും പറഞ്ഞു തീർക്കും. ഇനി കാര്യത്തിലോട്ട് വരാം. കഴിഞ്ഞതൊക്കെ നമുക്കങ്ങ് മറക്കാം. നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ലല്ലോ അങ്കിൾ. നമ്മൾ വിചാരിക്കുന്നത് നടത്തിത്തരാൻ ഒരാൾ ഇപ്പൊ എത്തും. അയാളായിരിക്കും ഇനി നമുക്കൊപ്പം നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരാ ജഗനങ്ങൾ? പുതിയ ആള്? പ്രതീക്ഷിച്ച ആള് കൃത്യമായിട്ട് എത്തിച്ചേർന്നല്ലോ.
ഇതാണ് ഐശ്വര്യ. ഹലോ. ഐശ്വര്യ, ഇത് SI ജയേഷ്, നമ്മുടെ സ്റ്റേഷനിലെ പുതിയ SI. ഹായ്. ഹായ്. ജയേഷിന്റെ കാര്യങ്ങൾ ഞാൻ ഐശ്വര്യയോട് പറയുമായിരുന്നു. ആനന്ദ നിലയത്തിനെതിരെ ഇനി നമ്മുടെ ഒപ്പം ജയേഷും ഉണ്ടാവുന്നു. നിലവിലെ എല്ലാ കാര്യങ്ങളും ജയേഷിനറിയാം. വർമ്മയുടെ കമ്പനി പൂട്ടണം, അഖിലിന്റെ ജീവിതം തകരണം. ഇത് രണ്ടുമാണ് എന്റെയും ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പഴയൊരു ശത്രുതയുണ്ട്. എന്റെ അച്ഛനും വർമ്മയും അനിയന്റെയും ചേട്ടന്റെ മക്കളാ. കാര്യങ്ങൾ പറഞ്ഞാലേ ഒരുപാടുണ്ട്. അഖിലുമായിട്ടുള്ള വിരോധം പഠിക്കുന്ന സമയത്ത് എനിക്കുള്ളതാ. ജയേഷിന്റെ അച്ഛനും ഞാനും പരിചയക്കാരാ. ജയേഷാണ് നമ്മുടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന SI എന്നറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. ആ വീടും അതുപോലെ അഖിലും തകർന്നു കിട്ടാൻ ആരോട് കൂട്ടുകൂടാനും എനിക്കൊരു മടിയില്ല. സത്യത്തിൽ ജഗനങ്ങൾ ഇദ്ദേഹം കൂടി വന്നപ്പോ ആത്മവിശ്വാസം വല്ലാതെ കൂടുക. നമുക്ക് 2-3 തരത്തിൽ വേണം ആ വീടുമായുള്ള അറ്റാക്ക് പ്ലാൻ ചെയ്യാൻ. ഒന്ന്, ജഗൻജി പറഞ്ഞതുപോലെ അശ്വതിയെ മുന്നിൽ നിർത്തിയുള്ള ഗെയിം. അതെ, ആദിയുടെ കാമുകി അശ്വതി. അശ്വതിയെ ആ വീട്ടിലേക്ക് എത്തിക്കണം. അതോടെ അവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങും. അതെ, അശ്വതി ആ വീട്ടിൽ കയറ്റണമെങ്കിൽ ആദ്യം അശ്വതി പൂർണ്ണമായും നമ്മുടെ വശത്തേക്ക് വരണം. ജഗൻജിയും വൈഫും കൂടി അശ്വതിയെ സ്വാധീനിക്കണം. ഈ അശ്വതിയുടെ മകൾ PVR സ്കൂളിൽ പഠിക്കുന്നല്ലേ പറഞ്ഞേ? അതെ, അവിടെ പഠിക്കുക. അപ്പൊ സ്കൂളിൽ വിളിച്ച് അശ്വതിയുടെ അഡ്രസ് ഞാൻ എടുത്തുതരാം. അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഓപ്പറേഷൻ ഞാനും മായയും കൂടി നടത്തിക്കോളാം. അഖിലിനെയും ആദിയെയും അരുണിനെയും പേഴ്സണലായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. തുടർച്ചയായിട്ട് ഓരോരോ ഇഷ്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആ ശ്യാമ ഇല്ലാതാവുക എന്നുള്ളതാ. അഖിലിനെ ഇല്ലാതാക്കുന്നത് ശ്യാമയെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ്. ശ്യാമയെ പൂട്ടാനും നമ്മൾ കൃത്യമായൊരു അവസരം ഉണ്ടാക്കണം. ഒരു കേസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അത് നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ജോത്സൻ വന്ന് സമയം കുറിക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിനുള്ള സമയം വീട്ടിൽ തന്നെ നടത്തുന്ന ചടങ്ങാ. അതാ വസുന്ധരയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ആ വിവാഹം നടക്കാൻ പാടില്ല. അതെ, യഥാർത്ഥത്തിൽ അഖിലിന്റെയും ശ്യാമയുടെയും സമയം നമ്മളാ കുറിക്കുന്നത്. അവരുടെ നാശത്തിന്റെ സമയം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.